സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നമ്മൾ ധ്യാനിച്ച സങ്കീർത്തനം 1 നീരോട്ടത്തിൽ ആഴ്ന്നു പടർന്നു പന്തലിച്ച സന്യാസ പാരമ്പര്യമാണ് കർമ്മലീത്തർ. കർമ്മലയുടെ ഉജ്ജ്വല ശോഭയായ കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ തിരുനാളാണിന്ന്. ദൈവൈക്യത്തിന്റെ കനൽ വഴികളിലൂടെ പർഗറ്റീവ് വേ നടന്ന് കയറിയ ആധ്യാത്മശ്രേഷ്ഠൻ, പ്രാർത്ഥനയുടെ ഉന്നത ഗുരു, സ്നേഹത്തിൻ്റെ ജീവനാളം, ദ ലിവിങ് ഫ്ലെയിം ഓഫ് ലവ് എന്നൊരു ഗീതമുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്. ഇനി ഒളിച്ചുകളികൾ കഴിഞ്ഞു, നീ എന്നെ മുറിപ്പെടുത്തുക, സ്നേഹം എന്നിൽ ആഴ്ന്നിറങ്ങട്ടെ, നിന്റെ സ്നേഹമൊക്കെയും എൻ്റേതുമാകട്ടെ. ഇതാണ് വിശുദ്ധൻ്റെ പ്രാർത്ഥന. ആ പദ്യത്തിൻ്റെ അവസാനം. അദ്ദേഹം ജീവിച്ചതും ഇതുതന്നെയായിരുന്നു. ഇസ്രായേലിൻ്റെ ഇടയൻ, ജോസഫിൻ്റെ ആടുകളെ മേയ്ക്കുന്നവൻ, കെരൂബുകളിൽ മേൽ വാഴുന്നവൻ. ഇങ്ങനെയൊക്കെയാണ് സങ്കീർത്തനം 80 ഇന്ന് നാഥനെ കീർത്തിച്ചു തുടങ്ങുന്നത്. വാഗ്ദാന പേടകത്തിൽ തൊട്ടടുത്തറിയാവുന്ന ആർദ്രതയിൽ നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ അപദാനങ്ങളാണിത്. കൈയെത്തി തൊടാവുന്ന ദൈവം, നമ്മെ കൈയെത്തി തൊടുന്ന ദൈവത്തിൻ്റെ ഓർമ്മ തന്നെ. അത്രമേൽ അടുത്തുണ്ട് നാഥൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാർത്ഥന ക്രിസ്തുവിനെ തൊടുന്നൊരു പ്രാർത്ഥന പോലെ നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്. അവിടുന്ന് നട്ട മുന്തിരിവള്ളിയെ കാക്കണമേ നാഥ. വേരുകൾ തകർന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി ദൈവം നട്ട ഈ മുന്തിരിച്ചെടി തകർന്ന് വേരറ്റ് പോകാറായി. അതിനെ പുനഃസ്ഥാപിക്കണമേ, വീണ്ടെടുക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥന. യോഹന്നാൻ 15 ക്രിസ്തുവുമായി ചേർത്ത് വായിക്കുമ്പോൾ ഈ മുന്തിരിപ്പാകങ്ങളെ നമുക്ക് കണ്ടെത്താനാകും. ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന, ദൈവത്തിൽ ആഴുന്ന, ദൈവത്തിൽ വേരോടുന്ന, അവിടുത്തെ സ്നേഹത്തിൽ ഒന്നായിത്തീരുന്ന ദൈവമക്കളുടെ തികവാണത്. 1 യോഹന്നാൻ 4:19. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നവർ, ക്രിസ്തുവാം മുന്തിരിച്ചെടി. ഇന്ന് പ്രഭാഷകൻ 48 ഏലിയ പ്രവാചകനെക്കുറിച്ച് പഠിപ്പിച്ചു തരും. പ്രത്യേകിച്ച് ഏലിയ വന്നു കഴിഞ്ഞു എന്ന സ്നാപകനെക്കുറിച്ചും നമ്മുടെ ജീവിത ദൗത്യങ്ങളെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു വരുന്ന ഈ ദിവസങ്ങളിൽ ഇതിന് അർത്ഥത്തികവ് വരുന്നുണ്ട്. ദൈവത്തി, എഷ് എലോഹിം പോലൊരു ദൈവമനുഷ്യൻ, ഇഷ് എലോഹിമാണവൻ. വാക്കുകളുടെ കളി മാത്രമല്ല, ഇവിടെ ജീവിതത്തിൻ്റെ ഒരു രേഖ കൂടിയാണിത്. ദൈവജനത്തിൻ്റെ തന്നിഷ്ടങ്ങളുടെയും നിഷേധങ്ങളുടെയും ഒരു മറുകുറി പോലെ ഏലിയ നിലകൊള്ളുന്നു. ഏലിയ വന്നു കഴിഞ്ഞു എന്ന് നാഥൻ പഠിപ്പിക്കുകയായിരുന്നല്ലോ, നമ്മുടെ അവിശ്വസ്തതയുടെയും അവിശ്വാസങ്ങളുടെയും തലയിലടിച്ചുകൊണ്ട് തന്നെ. പ്രഭാഷകൻ പറയുന്നത് പോലെ നമ്മെപ്പോലെ ഒരുവനായിരുന്നു ഏലിയ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കുന്ന ശുശ്രൂഷകളാണ് പക്ഷേ അവൻ്റേത്. നമുക്കും ഈ ശുശ്രൂഷകൾ ബാധകമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏലിയ അതിനാൽ കുരിശിൻ്റെ അനിവാര്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിയത്. സ്നാപകൻ ഒരിക്കലും കർത്താവിൻ്റെ പീഡാസഹനത്തെ റദ്ദാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. അതാണ് ഉയർത്തിക്കാട്ടി അവൻ പഠിപ്പിച്ചത്. അവൻ കുരിശിനെ തടുക്കുന്നില്ല, പകരം കുരിശേറുന്ന മിശിഹായെ ചൂണ്ടിക്കാണിച്ചു. അവൻ ദൈവക്കുഞ്ഞാടിനെ, ലോകപാപങ്ങൾ നീക്കുന്ന ദൈവക്കുഞ്ഞാടിനെ ഏലിയ വീണ്ടും വന്ന ആ സ്നാപകൻ നമ്മെ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട 2 സാക്ഷികളുണ്ട്. വെളിപാട് 11:3-6 വരെ. ഏലിയയുടെ ശുശ്രൂഷയുടെ നിഴൽ അവിടെ നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിച്ചതുമാണെന്ന്. മുഴുവൻ ദൈവജനവും ഒരു സാക്ഷ്യമായി മാറുകയാണ് അപ്രകാരം കുരിശിൻ്റെ വഴിയിൽ. ഇന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിത വഴികളെ ധ്യാനിക്കുമ്പോഴും ഇതിൻ്റെ തീവ്രത നമുക്ക് വ്യക്തമാകും. മാത്രമല്ല അതിൻ്റെ ആധ്യാത്മ സമ്പന്നതയും. കുരിശ് മഹത്വത്തിലേക്കാണ് സുനിശ്ചിതമായി നമ്മെ ഉയർത്തുന്നത്. അനുരഞ്ജനത്തിൻ്റെ സുവിശേഷ സാക്ഷ്യം, സുവിശേഷ പ്രഘോഷണത്തിലൂടെയും അത് നമ്മൾ കേട്ടനുസരിച്ച് ഉളവാകുന്ന മാനസാന്തരത്തിലൂടെയും അനുരഞ്ജനം സാധ്യമാക്കുകയാണ് ദൈവം. ഇതാണ് ദൈവമൊരുക്കുന്ന വീണ്ടെടുപ്പുകളുടെ ആ പ്രവേശിക. യാക്കോബ് 5:17 പറഞ്ഞതുപോലെ ഏലിയ നമ്മെപ്പോലെ ഒരുവനായിരുന്നു, ഓമു പതയോസ്. അങ്ങനെ നമ്മുടെ കരളുരുക്കങ്ങളിൽ പാത്തോസ്, നമ്മോട് ഒന്നായി നിന്ന ഓമോസ്, മനുഷ്യപുത്രൻ്റെ ഘനമുണ്ടതിന്.